വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറന്നവർ ഒരു വരി കൊണ്ടുപോലും ഇതിനെ പ്രതിരോധിക്കുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, ഗുജറാത്തിലൊക്കെ 5000-ത്തിലധികം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ വീടുകളാണ് അടിച്ചു നിരത്തിയത്, ബുൾഡോസർ രാജ് നടത്തിയത്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം 350ഓളം മുസ്ലിം സ്ഥാപനങ്ങൾ, പള്ളികളും ഈദ്ഗാഹുകളും മദ്രസകളും ഉത്തർപ്രദേശിൽ ബുൾഡോസർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സുപ്രീം കോടതിയുടെ വിധിയുണ്ട് ഇനി അങ്ങനെ ചെയ്യരുതെന്ന്. ആ വിധി കുറച്ചാളുകൾക്ക് മാത്രം ബാധകമെന്നും ഉന്നത കുലജാതന്മാർക്ക് അത് ബാധകമല്ലെന്നും അവർ സ്വയം തീരുമാനിച്ചിരിക്കുന്നു. വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറന്നവർ ഒരു വരി കൊണ്ടുപോലും ഇതിനെ പ്രതിരോധിക്കുന്നില്ല. വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറന്ന കുറെ ആൾക്കാരുണ്ട്. ഫേസ്ബുക്കിലെ ഒരു വരി കൊണ്ടുപോലും, അരവരി കൊണ്ടുപോലും ഇതിനെ അവർ എതിർക്കുന്നില്ല. എല്ലാവരും ഇതൊക്കെ അനിവാര്യമാണെന്ന വിശ്വാസത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നു. സഹിക്കാൻ ഒരു വിഭാഗം, ചെയ്തുകൊണ്ടിരിക്കാൻ എല്ലാവരും. ഇത്തരം സന്ദർഭങ്ങളിൽ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ഏതെങ്കിലും ഒരു വേടൻ ആവശ്യമുണ്ട്. ഇത് സമ്മതിക്കാതെ പറ്റില്ല. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നതിന്, വർഗവർണ്ണത്തിന്റെ പേരിൽ പറഞ്ഞ് അന്യോന്യം തെറ്റിപ്പിക്കുന്നതിന്, കൊല്ലുന്നതിന്, നീചവൃത്തി ചെയ്യിപ്പിക്കുന്നതിന്, മനുഷ്യനായി കാണാതെ പുഴുവായി മനസ്സിലാക്കുന്നതിന് എതിരെയുള്ള പ്രതികരണം എന്നും പ്രസക്തമാണ്. അത് ഏത് മതം ചെയ്താലും, ഏത് ഭരണകൂടം ചെയ്താലും, ഏത് വ്യക്തി ചെയ്താലും. വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറന്നവർ ഒരു വരി കൊണ്ടുപോലും ഇതിനെ പ്രതിരോധിക്കുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, ഗുജറാത്തിലൊക്കെ 5000-ത്തിലധികം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ വീടുകളാണ് അടിച്ചു നിരത്തിയത്, ബുൾഡോസർ രാജ് നടത്തിയത്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം 350ഓളം മുസ്ലിം സ്ഥാപനങ്ങൾ, പള്ളികളും ഈദ്ഗാഹുകളും മദ്രസകളും ഉത്തർപ്രദേശിൽ ബുൾഡോസർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സുപ്രീം കോടതിയുടെ വിധിയുണ്ട് ഇനി അങ്ങനെ ചെയ്യരുതെന്ന്. ആ വിധി കുറച്ചാളുകൾക്ക് മാത്രം ബാധകമെന്നും ഉന്നത കുലജാതന്മാർക്ക് അത് ബാധകമല്ലെന്നും അവർ സ്വയം തീരുമാനിച്ചിരിക്കുന്നു. വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറന്നവർ ഒരു വരി കൊണ്ടുപോലും ഇതിനെ പ്രതിരോധിക്കുന്നില്ല. വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറന്ന കുറെ ആൾക്കാരുണ്ട്. ഫേസ്ബുക്കിലെ ഒരു വരി കൊണ്ടുപോലും, അരവരി കൊണ്ടുപോലും ഇതിനെ അവർ എതിർക്കുന്നില്ല. എല്ലാവരും ഇതൊക്കെ അനിവാര്യമാണെന്ന വിശ്വാസത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നു. സഹിക്കാൻ ഒരു വിഭാഗം, ചെയ്തുകൊണ്ടിരിക്കാൻ എല്ലാവരും. ഇത്തരം സന്ദർഭങ്ങളിൽ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ഏതെങ്കിലും ഒരു വേടൻ ആവശ്യമുണ്ട്. ഇത് സമ്മതിക്കാതെ പറ്റില്ല. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നതിന്, വർഗവർണ്ണത്തിന്റെ പേരിൽ പറഞ്ഞ് അന്യോന്യം തെറ്റിപ്പിക്കുന്നതിന്, കൊല്ലുന്നതിന്, നീചവൃത്തി ചെയ്യിപ്പിക്കുന്നതിന്, മനുഷ്യനായി കാണാതെ പുഴുവായി മനസ്സിലാക്കുന്നതിന് എതിരെയുള്ള പ്രതികരണം എന്നും പ്രസക്തമാണ്. അത് ഏത് മതം ചെയ്താലും, ഏത് ഭരണകൂടം ചെയ്താലും, ഏത് വ്യക്തി ചെയ്താലും.